മകളെ വെൽക്കം ബാക്ക് ടു അവർ ഇംഗ്ലീഷ് ക്ലാസ്. സോ നോക്കണം, അപ്പോൾ അതാ നമ്മൾ എന്താണ് ലൈവ് അടിപൊളിയായിട്ട് പോകുന്നുണ്ട്. നമ്മൾ ക്രിസ്മസ് എക്സാമിങ് ആയില്ലേ, ജിങ്കിൾ ബെൽസ് ഒക്കെ എന്താണ് സമയമായി. വീട്ടിൽ നിങ്ങളൊക്കെ സ്റ്റാറൊക്കെ തൂക്കിയിട്ടുണ്ടാവും. സോ എന്താണ് സാൻഡ് അപ്പൂപ്പനും ക്രിസ്മസ് ഗിഫ്റ്റും ഒക്കെ വരാനായില്ലേ. പക്ഷെ അതിൻ്റെ ഒക്കെ മുൻപ് എന്തുണ്ട്, നമുക്ക് നമ്മുടെ പരീക്ഷ എന്തുണ്ട്, നമ്മുടെ മുന്നിൽ ഇവിടെ തുമ്പത്ത് നിൽക്കുന്നുണ്ട്. ഓക്കെ, യെസ്. അപ്പോൾ ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ ആക്ച്വലി ഇംഗ്ലീഷിൻ്റെ നമ്മുടെ പരീക്ഷയ്ക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ നമ്മൾ പഠിക്കാൻ പോകുന്നത്. ആ ക്വസ്റ്റ്യൻ പഠിക്കുന്നതിന് മുൻപ് മിസ് നിങ്ങളടുത്ത് വേറൊരു കാര്യം പറയട്ടെ. നിങ്ങൾക്കറിയാലോ, എപ്പോഴും നമ്മൾ എന്തുണ്ടാവും, സൈലത്തിൽ എപ്പോഴും ഓഫേഴ്സ് ഉണ്ടാവും അല്ലേ. എപ്പോഴും കുട്ടികൾ എന്ത് ചെയ്യും, സൈലത്തിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ഓക്കെ, അപ്പോൾ ഒത്തിരി കുട്ടികൾ എന്താണ്, ചില കുട്ടികൾക്ക് എന്തുണ്ടാവില്ല, ചിലപ്പോൾ കംപ്ലീറ്റ് ഫീസ് അടക്കാൻ പറ്റില്ല, ചിലപ്പോൾ അങ്ങനെ ഒത്തിരി എന്തുണ്ടാവും, ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ഓരോ പ്രാവശ്യം എന്ത് ചെയ്യും, സൈലം എന്ത് ചെയ്യും, ഇങ്ങനെയുള്ള സമയങ്ങൾ വരുന്ന സമയത്ത് നമ്മൾ ഓഫർ കൊടുക്കും. അപ്പോൾ ഇവിടെ നമുക്ക് എന്തുണ്ട്, ഒരു ക്രിസ്മസ് ഗിഫ്റ്റ് സൈലം നിങ്ങൾക്കായിട്ട് തരുന്നുണ്ട് അല്ലേ. സാധാരണ നിങ്ങൾക്കറിയാം നമ്മുടെ ഫീസൊക്കെ എന്താണ് കുറച്ചുകൂടി കൂടുതലാണ് അല്ലേ സൈലത്തിൻ്റെ. നോക്ക്, ഇതുവരെ ഉണ്ടായിരുന്നത് എന്താ, കുറേ കൂടി എന്ത് ചെയ്തു, വ്യത്യസ്തമായിട്ട് ഈ പ്രാവശ്യം ക്രിസ്മസ് ഗിഫ്റ്റായിട്ട് എന്ത് ചെയ്ത് നിങ്ങളുടെ ബാച്ചിന്. ഓക്കെ, നമ്മളൊരു എൻഡ് ഗെയിം എന്നുള്ള എന്താണ് ബാച്ച്. ഓക്കെ, നമ്മുടെ എൻഡ് ഗെയിം എന്നുള്ള ഈ ഒരു ബാച്ച് നിങ്ങൾ കണ്ടോ. ഈ എൻഡ് ഗെയിം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് ആനുവൽ എക്സാം വരെയുള്ള നമ്മൾ കംപ്ലീറ്റ് ക്ലാസ്സുകൾ, കാര്യങ്ങൾ, ലൈവ് റെക്കോർഡിങ്, ലൈവ് എക്സാം, ക്വസ്റ്റ്യൻ പേപ്പേഴ്സും ഡൗട്ട് ക്ലിയറൻസ് എല്ലാ ഫീച്ചേഴ്സും എന്താണ് ഉൾപ്പെടുത്തിയും കൊണ്ട് ഇവിടെ നിന്നും അങ്ങോട്ടേക്കുള്ള ക്ലാസ്സുകൾ ഓക്കെ എന്ത് ചെയ്യും, തീർച്ചയായിട്ടും എന്താ നിങ്ങൾക്ക് ലഭ്യമാകും. അത് മാത്രമല്ല, ഓൾറെഡി കഴിഞ്ഞു പോയിട്ടുള്ള പാഠങ്ങളുടെ ലൈവ് ക്ലാസ്സസ് എന്ത് നിങ്ങൾക്ക് വീണ്ടും എടുത്തു തരും. അതാണ് ഈ എൻഡ് ഗെയിം ബാച്ചിൻ്റെ ഒരു പ്രത്യേകത. ഓക്കെ, അപ്പോൾ നോക്ക്, ഇവിടെ എൻഡ് ഗെയിം ബാച്ചിന് എത്രയാ പൈസ നോക്കുക, 899 ആണ്. ഓക്കെ, 899 രൂപ മാത്രമേ ഉള്ളൂ. നിങ്ങൾക്കറിയാം ആദ്യം എന്തായിരുന്നു നമ്മുടെ കോഴ്സ് ഫീറ്റ്, ഇറ്റ് വാസ് 999 അല്ലേ, 999 രൂപയായിരുന്നു. ആ 999 രൂപ ഇപ്പോൾ മാറ്റി എന്താക്കി, 899 രൂപ മാത്രം ആക്കി നിങ്ങൾക്ക് എന്ത് ചെയ്തു, മാറ്റിയിട്ടുണ്ട്. ഓക്കെ, അത് മാത്രമല്ല മുഴുവൻ ക്ലാസ്സും എന്താണ് നിങ്ങൾക്ക് ലഭ്യമാവും. ഓക്കെ, അപ്പോൾ യെസ്, അപ്പോൾ എത്രയും പെട്ടെന്ന് എന്ത് ചെയ്യണം, നിങ്ങൾ ഈ പറയുന്ന എന്ത് ചെയ്യുക ബാച്ചിലേക്ക്, എൻഡ് ഗെയിം ബാച്ചിലേക്ക് ഇനി ഒന്നും നോക്കണ്ട. വെറും ഒരു 899 മാത്രമേ ഉള്ളൂ. ഉടൻ എന്ത് ചെയ്യുക, ഓടിച്ചാടി എന്ത് ചെയ്യുക, നമ്മുടെ ക്ലാസ്സിലേക്ക് ജോയിൻ ചെയ്യാം കേട്ടോ. അടുത്തത് നോക്കിയടാ, ഇവിടെ നമുക്കൊരു പിക്ചർ തന്നിട്ടുണ്ട് അല്ലേ. ഓഫ് കോഴ്സ് നമുക്കറിയാം ഏതാ ഇത് പിക്ചർ, നമ്മുടെ ലോസ്റ്റ് ചൈൽഡിലുള്ള പിക്ചറാണ്. ഇതേ നോക്കി, ഇവിടെ ലോസ്റ്റ് ചൈൽഡിലുള്ള പിക്ചർ തന്നിട്ട് നമ്മുടെ അടുത്ത് പറയുകയാണ് പിക്ചർ ഡിസ്ക്രൈബ് ചെയ്യാൻ. എന്തായാലും നമ്മളെ ചോദ്യ പേപ്പറിൽ ഒരു ചോദ്യം എന്തായിരിക്കും, പിക്ചർ ഡിസ്ക്രൈബ് ചെയ്യാനായിരിക്കും, ഡിസ്ക്രിപ്ഷൻ ഓഫ് എ പിക്ചർ അല്ലേ. അപ്പോൾ നോക്ക്, ഈ പറയുന്ന ഡിസ്ക്രിപ്ഷൻ ഓഫ് എ പിക്ചർ നമ്മൾ ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യം ശ്രദ്ധിക്കണം, ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്സ് നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം എഴുതണം. ഈ ചിത്രം നമുക്ക് ഒറ്റയടിക്ക് നോക്കുമ്പോൾ നമുക്കറിയാം ഇറ്റ്സ് എ ഫെയർ ഗ്രൗണ്ട്. ഇതെന്താണ്, ഒരു ഫെയർ ഗ്രൗണ്ട് ആണ്. നോക്ക് നിങ്ങൾ, പീപ്പിൾ ആർ എൻജോയിങ് ദ ഫെയർ അല്ലേ. തീർച്ചയായിട്ടും ഇവരെന്ത് ചെയ്യുന്നുണ്ട്, ഈ പറയുന്ന ആഘോഷം, ഈ പറയുന്ന ഫെയർ ഗ്രൗണ്ട് എല്ലാവരും ആസ്വദിക്കുന്നുണ്ട്. ഉത്സവമാണ്, അവിടെ ഫെസ്റ്റിവലാണ്, ഒക്കെ ഉണ്ട്. ബലൂൺസ് അത് ഒത്തിരി ബലൂണുകൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ കാണുന്നുണ്ട് അല്ലേ. ഒത്തിരി എന്തുണ്ട്, ബലൂണുകൾ നമ്മളവിടെ കാണുന്നുണ്ട്. നിറച്ച് ബലൂണില്ലേ, യെസ്, ഒത്തിരി ബലൂൺസ് അവിടെയുണ്ട്. ടോയ് ഷോപ്സ് അതെ, നമുക്കറിയാം നമ്മൾ എന്താണ് നമ്മുടെ ലോസ്റ്റ് ചൈൽഡ് എന്നുള്ള പാഠത്തിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. ഒത്തിരി ടോയ് ഷോപ്സ് അവിടെ ഉണ്ടായിരുന്നു അല്ലേ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്താ പറയുക, ലോറി, ആന, കുതിര അല്ലേ, എന്താ പറയുക, വീഡിയോ ഗെയിംസ്, കാര്യങ്ങൾ, ഇതൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്ന ടോയ് ഷോപ്സ് എന്തുണ്ട് നമ്മുടെ ഫെയർ ഗ്രൗണ്ടിലുണ്ട്. നെക്സ്റ്റ് വന്ന് നോക്കിയാൽ ബിഗ് ജയൻറ്റ് വീൽ ഇസ് വാളിങ്. അവിടെ എന്തുണ്ട്, വലിയൊരു ജയൻറ്റ് വീൽ അവിടെ ദൂരെ തിരിഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ട്. അതിൻ്റെ ഒക്കെ ഇടയിൽ ഇതേ നോക്കി, ഇവിടെ കുതിര വണ്ടി നമ്മൾ കാണുന്നുണ്ട് അല്ലേ. എന്താണ്, ഒരു കാർട്ട് അല്ലേ, ഒരു വണ്ടി എന്ത് ചെയ്യുന്നുണ്ട്, ഇങ്ങനെ വരുന്നുണ്ട് അല്ലേ. എ കാർട്ട് ഇസ് മൂവിങ് ഇൻ ദ മിഡിൽ. നടുവ് കൂടെ എന്ത് ചെയ്യുന്നുണ്ട്, കാർട്ട് ഇസ് മൂവിങ്. ഒരു എന്താണ്, കാളവണ്ടി, കുതിരവണ്ടി എന്തോ അവിടെ, ആ വണ്ടി നമ്മൾ കാണുന്നില്ല, എന്നുവെച്ചാൽ അനിമൽ നമ്മൾ കാണുന്നില്ല, വണ്ടി മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ. സോ വി ക്യാൻ സേ ദാറ്റ് എന്താണ്, കാർട്ട് അല്ലേ. അപ്പോൾ നമുക്ക് എന്താ പറയാം, ഈ പറഞ്ഞ കാർട്ട് എന്ന് പറയാം. അപ്പോൾ നോക്കി, ചുരുക്കം പറഞ്ഞാൽ അതും എന്തുണ്ട്, അതിൻ്റെ നടുവ് കൂടെ ഇങ്ങനെ ഒഴുകി അങ്ങനെ പോകുന്നുണ്ട് തിക്കിൻ്റെ ഉള്ളിൽ കൂടെ അല്ലേ. അപ്പോൾ ഇത്രയും പോയിന്റ്സ് നമുക്ക് എഴുതിക്കൂടെ അല്ലേ. നമ്മൾ 4ഉം 2ഉം 6 പോയിന്റ്സ് നമ്മൾ എന്ത് ചെയ്ത്, ഇവിടെ 6 പോയിന്റ്സ് നമ്മൾ എഴുതിയിട്ടുണ്ട്. ഈ 6 പോയിന്റ്സ് നിങ്ങൾ എന്ത് ചെയ്യുക, ഇതേപോലെ പിക്ചർ, ഫെയർ ഗ്രൗണ്ടിൻ്റെ പിക്ചർ വന്ന് യു ക്യാൻ റൈറ്റ് ദാറ്റ്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുക, എത്രയും പെട്ടെന്ന് ഇത് നിങ്ങൾ ശരിക്കും എന്ത് ചെയ്യുക, നിങ്ങൾ പഠിക്കുക. ഓക്കെ, സോ വി സ്റ്റോപ്പ് ഹിയർ. താങ്ക് യു സോ മച്ച്.